ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമെന്ന് എ വി ഗോപിനാഥ് മീഡിയ വണ്ണിനോട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയ പദവിയായി അംഗീകാരത്തെ കാണുന്നു. കോൺഗ്രസ് തനിക്കൊന്നും തന്നില്ല, സ്വന്തം കഴിവുകൊണ്ടാണ് MLA ആയതെന്നും എ വി ഗോപിനാഥ്. എ വി ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാരിന്റെ ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നത്? ഞാൻ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു കൃഷ്ണഭക്തൻ വർഷങ്ങളായിട്ട് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഒരുത്തരാണ് ഞാൻ. എന്നെ കണ്ടുപിടിച്ചൊരു സാധാരണക്കാരനായ എന്നെ ഗവൺമെൻറ് കണ്ടുപിടിച്ച് അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്മേലെ സന്തോഷിക്കാൻ എനിക്ക് എന്താ ഉള്ളത്? ഞാൻ വലിയ സംതൃപ്തനാണ്. ഇപ്പോൾ ഈ പിണറായി വിജയനും സർക്കാരും തന്നൊരു സമ്മാനമായിട്ടാണ് കാണുന്നത്? സമ്മാനമൊന്നുമല്ല. പിണറായി വിജയനുമ്പോൾ ഞാനുമായിട്ട് ഇത് സംസാരിച്ചിട്ടില്ല. ഒരു സമയത്തൊരു ഡിസ്കഷൻ ഈശ്വരവിശ്വാസിയാണെന്നൊക്കെ ചോദിച്ചു എന്നല്ലാണ്ട് ഞാനിത് വേണമെന്നോ ഇത് തരാമെന്നോ ഞാനും പിണറായി വിജയനും തമ്മിൽ ഇത്ര നേരം സംസാരിച്ചിട്ടില്ല. ഇത് വരാനുള്ളൊരു കാരണം എന്ന് ബേസിക്കായി ഞാൻ പറഞ്ഞ ഒരു കടലാസും ഇതിൻ്റെ ഞാൻ കൊടുക്കുകയോ വരണം പറയുകയോ പാർട്ടി നേതാക്കന്മാരെ കാണുകയും ചെയ്തില്ല. ഇത് ഉണ്ടാകാനുള്ള കാരണം ഗുരുവായൂരപ്പൻ്റെ വിളി മാത്രമാണ്. നീ ഇനി പെരുങ്ങോട്ടശ്ശി നിൽക്കണ്ട, എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിരുന്നു. അപ്പോഴും താങ്കൾ അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇന്നും അതെ, സത്യമാണ്. ഞാൻ ഒരാളോട് പോയിട്ട് എന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കി തരണം മുഖ്യമന്ത്രിയോട് തെളിയിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ പൊതുപ്രവർത്തനവും ഞാൻ സംസാരിക്കും. ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷമായിട്ട് സഹകരിക്കായിരുന്നു. പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അർഹമായ ഒരു അക്കോമഡേഷൻ കിട്ടിയെന്നിപ്പോൾ തോന്നുന്നുണ്ടോ? എന്താ സംശയം?